ഹായ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ടിപ്സ്. എന്താണെന്ന് വെച്ചാൽ ഈ തേള്, പഴുതാര, പിന്നെ തേനീച്ച, കടുന്നൻ, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ദേഹത്ത് കുത്തിക്കഴിയുമ്പോൾ അത് വളരെ വിഷമായി മാറുന്നുണ്ട് ഇപ്പോൾ, അല്ലേ? അപ്പോൾ അതിന് നിങ്ങൾ എന്താണ് ചെയ്യുക? എന്ത് മരുന്നാണ് ചെയ്യുക? അതിനൊരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ പറയാനുള്ളതെന്ന് വെച്ചാൽ, പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുത്തിക്കഴിഞ്ഞാൽ ഏക്കത്തില്ലായിരുന്നു. കാരണം അന്നുള്ള ആൾക്കാർ ആഹാരം കഴിക്കുന്നത് അധികം വിഷാംശങ്ങൾ കലർത്തിയ സാധനങ്ങളല്ല കഴിക്കുന്നത്. ഒക്കെ ഈ ചാണകമൊക്കെയാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ന് വിഷാംശമായിട്ടുള്ള യൂറിനൊക്കെയാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിച്ചിട്ട് കൃഷിക്ക് പെട്ടെന്ന് കൃഷി നല്ല രീതിയിൽ തക്കാളിയൊക്കെ എത്ര വലുപ്പമുണ്ടാവും. പണ്ട് അങ്ങനെയൊന്നുമില്ല. അപ്പം ഈ പണ്ട് ചാണകം ഇട്ട് വളർത്തിയെടുക്കുന്ന കൃഷിയിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് യൂറിനൊക്കെ ഇട്ട് ആ വിഷാംശം പകുതി അതിനകത്ത് പോയി ആ പകുതിയാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തട്ടിയും പോവും. 10, 40, 50 വയസ്സാകുമ്പോഴേക്കും വയസ്സായി. പണ്ടുള്ളവരെന്ന് പറഞ്ഞാൽ 100, 120 വയസ്സ് വരെയൊക്കെ ജീവിച്ചു. ഇന്നിപ്പോൾ ഞാനൊക്കെ ഇനി എത്ര കാലം ഉണ്ടെന്ന് ദൈവത്തിനറിയാം. മനസ്സിലായില്ലേ? അപ്പം പിന്നെ അതുപോലെ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ തന്നെ പെപ്സി, കൊക്കക്കോള, ഇതൊക്കെ വിഷാംശത്തിൽ പെട്ടുന്ന സാധനങ്ങളാണ്. ഇതൊന്നും അത്ര നല്ല വെടുപ്പായ സാധനങ്ങളല്ല നമ്മൾ കഴിക്കുന്നത്. എന്നാലും നമ്മളത് കഴിക്കും. ഇപ്പം ഞാൻ പറയുന്നത് കഴിക്കണ്ടാന്ന്, എന്നാലും നമ്മളത് ഇഷ്ടത്തിന് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കും. എപ്പോഴെങ്കിലും കേട്ടോ, ഞാൻ എപ്പോഴും കഴിക്കത്തില്ല. സ്ഥിരമായിട്ട് കഴിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പം പറയാൻ വന്നത്, ഈ ജാതി സാധനങ്ങളൊക്കെ നമ്മുടെ ദേഹത്ത് കുത്തിയ തന്നെ വളരെ വിഷമായിട്ട് നീരായിട്ട് അങ്ങനെ ഒത്തിരി ഇതായിട്ട് മാറും. അപ്പം അത് പെട്ടെന്ന് മാറാനായിട്ട് ഒരു പച്ചമരുന്നാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. നമ്മുടെ നാട്ടിലൊക്കെ കാശിത്തുമ്പ, അല്ലേ? ഓണത്തിനൊക്കെ പൂക്കളൊക്കെ ഇടാനൊക്കെ ഉപയോഗിക്കുന്ന കാശിത്തുമ്പ കണ്ടിട്ടില്ലേ? അത് ആ ഇലയെടുത്ത് വെള്ളം തൊടാതെ അരച്ചെടുത്തിട്ട് അതിൽ കുറച്ച് പച്ചമഞ്ഞളും ചേർത്ത് അരച്ചാൽ നല്ലതായിരിക്കും. അത് എവിടെയാണോ ദേഹത്ത് കുത്തിയിട്ടുള്ളത് അവിടെ തേച്ച് പുരട്ടി ഇരിക്കുക. രാത്രി ഉറങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ആ തുമ്പപ്പൂവ് ഉണ്ടല്ലോ, അത് കഞ്ഞിയിൽ ഇട്ട്, പച്ചരി കഞ്ഞിയിലിട്ടിട്ട് ചുട്ട പപ്പടവും കൂട്ടി അന്നത്തെ ദിവസം കഴിച്ചിട്ട് ഒരു ദിവസം ഉറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് തേക്കും വേണം കേട്ടോ. അപ്പോൾ ഈ നീര് പെട്ടെന്ന് വലിയുകയും ചെയ്യും. അതേപോലെ തന്നെ വിഷം നമുക്ക് അങ്ങനെ ഏൽക്കാനും ചാൻസ് ഇല്ല. ഇതാണ് ഇന്നത്തെ ടിപ്സ്, മരുന്ന്. ഓക്കെ, ഡൺ? യെസ്, ഓക്കെ.